ആയ കാലത്ത് രാഷ്ട്രീയം തൊഴിലാക്കിയവർ ആണ് ഇങ്ങനെയുള്ള ഈ തന്തയില്ലാ പരിപാടികൾ ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്നത്. പത്തനംതിട്ട ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയുടെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, അത് DCC ഓഫീസ് ഉൾപ്പെടെ ഇടങ്ങളിൽ അബിൻ വർക്കിക്കെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പത്തനംതിട്ടയ്ക്ക് അബിൻ വർക്കിയെ വേണ്ട എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെത്തി ഈ പതിപ്പിച്ച പോസ്റ്ററുകളെല്ലാം ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട DCC ഓഫീസിന് ഫ്രണ്ടിലാണ്. ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ അബിൻ വർക്കിയെ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രധാനമായും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെ UDF സ്ഥാനാർത്ഥിയായി ആറന്മുളയിൽ വേണ്ട എന്ന അർത്ഥത്തിലാണ് ഈ പോസ്റ്ററിൽ വാചകങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ ഹൃദയവികാരത്തെ മുറിവേൽപ്പിക്കരുത് എന്ന് ഈ പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. കോൺഗ്രസിന് വെറും 4 മണ്ഡലങ്ങൾ മാത്രമുള്ള പത്തനംതിട്ടയിൽ ജില്ലയിലുള്ള കോൺഗ്രസ്സുകാർക്ക് തന്നെ അവസരം നൽകണം. നേതൃത്വം പറയുമ്പോൾ പണിയെടുക്കുകയും ആയ കാലത്ത് രാഷ്ട്രീയം സേവനമാക്കിയ ഒരു പറ്റം പത്തനംതിട്ടക്കാരുടെ അവകാശമാണിത് തുടങ്ങിയ വാക്കുകളൊക്കെ ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് 5 MLA-മാരെ നിയമസഭയിൽ വിടണം, പക്ഷേ അത് ഇവിടെ നിന്ന് ഒരാൾ തന്നെ, തങ്ങളെ അറിയാവുന്ന നമ്മളിൽ നിന്നുള്ള ഒരാൾ തന്നെ വേണം. അങ്ങനെയുള്ള വാചകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഈ ഒരു പോസ്റ്ററുകൾ വിവിധ ഇടങ്ങളിൽ പതിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയും പ്രവർത്തകരും നേതാക്കളും നമ്മോടൊപ്പമുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട. ഇതിപ്പോൾ ആരാണ് ഒട്ടിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? എന്താണ് അവർ അർത്ഥമാക്കുന്നത്? തന്നെ പ്രവീൺ ഇപ്പം പറഞ്ഞല്ലോ, അതായത് ആയ കാലത്ത് സേവനമാക്കിയ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് തൊഴിലാക്കിയ രാഷ്ട്രീയ പ്രവർത്തകരായി ഇത് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ടറിയാം. ആയ കാലത്ത് രാഷ്ട്രീയം തൊഴിലാക്കിയവർ ആണ് ഇങ്ങനെയുള്ള ഈ തന്തയില്ലാ പരിപാടികൾ ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ UDF ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നെന്നും 5 മണ്ഡലത്തിലും നിയമസഭാ മണ്ഡലത്തിലും UDF ജയിക്കുമെന്നും കണ്ടു കാണിക്കുന്ന ഈ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ ഇവിടുത്തെ ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും വെച്ച് പൊറപ്പിക്കില്ല. ആരായിരുന്നാലും ജില്ലയ്ക്ക് പുറത്തോ ജില്ലയ്ക്ക് വെളിയിലോ അല്ലെങ്കിൽ ജില്ലയ്ക്കകത്തോ അബിൻ വർക്കിയോ അല്ലെങ്കിലോ ആരാന്നേലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക. ഇവിടെ DCCയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ബൂത്ത് തലത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഞങ്ങളിവിടെ വിജയസാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ, അതും ശബരിമല ഉൾപ്പെടുന്ന ഈ ജില്ലയിൽ, ഇത്രയും വലിയ കൊള്ള നടന്ന ഈ ശബരിമല ഉൾപ്പെടുന്ന ഈ ജില്ലയിൽ ഏറ്റവും വലിയ അഭിനേത്രിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മണ്ഡലം കൂടിയായ ആറന്മുള, ഞങ്ങൾ അവരെയെല്ലാം ഇവിടുന്ന് ഓടിച്ച UDFൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള സുസജ്ജമായ സജ്ജീകരണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഈ തേർഡ് റേറ്റ് പരിപാടികൾ ചാനലുകാർക്ക് ലിസ്റ്റ് കൊടുത്ത് അവിടെ ഒട്ടിച്ചു നിങ്ങൾ പോയി എടുക്കെന്ന് പറഞ്ഞ് ഇപ്പം ജനങ്ങൾക്കിതറിയാം. അതുകൊണ്ട് ഇതൊന്നും ഇവിടുത്തെ ജനവും കോൺഗ്രസ് പ്രവർത്തകരും വെച്ച് പൊറപ്പിക്കില്ല. എന്ത് വന്നാലും സ്ഥാനാർത്ഥിയെ AICC തീരുമാനിക്കുന്നത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ ഇറക്കിയാൽ ഞങ്ങളത് ഹൃദയത്തിലേറ്റി അത് ജനങ്ങളിൽ എത്തിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണം റെഡിയായിരിക്കുകയാണ് പത്തനംതിട്ടയിൽ. ഇപ്പോൾ UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല, ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് അത് എതിരാളികൾക്ക് ഒരു ആയുധമാകില്ലേ? അത് സ്വാഭാവികമായി തീർച്ചയായിട്ടും ഇടതുപക്ഷം ദുർബലപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ശത്രുക്കൾക്ക് ആയുധം വെച്ച് കൊടുക്കുന്ന ഒരു പണിയാണ് കോൺഗ്രസ്സുകാർ ചെയ്തതെങ്കിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെടും ഞങ്ങൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് UDFന് ഇവിടെ ഒരു MLA ഇല്ല. അത് ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു, പക്ഷേ അവർ അത് തിരിച്ചറിയുന്നു. ഹോസ്പിറ്റൽ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലകളിലും. അപ്പോൾ അതിൽ നിന്ന് ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ UDFന് അനുകൂലമായിട്ട് ഒരു സ്ഥിതി വന്നപ്പോൾ കോൺഗ്രസിനകത്തെ 5-ാം പത്തുകൾ ഇതിന് എതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നത്. അതിനെതിരെ ശക്തമായ നടപടികൾ DCCയും KPCCയും കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആറന്മുളയിൽ ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ AICC നേതൃത്വം തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും, അത് ജില്ലയിൽ നിന്നുള്ളതാണെങ്കിലും ജില്ലയിൽ നിന്ന് പുറത്തുള്ള ആൾ ആണെങ്കിലും അംഗീകരിക്കുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.